ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഒരു അട്ടിമറി നടക്കും എന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ചരിത്രത്തിലില്ലാത്ത തരത്തിലാണ് കോൺഗ്രസും അതുപോലെ UDFും അവിടെ ഇത്തവണ പ്രചാരണം നടത്തിയത് എന്ന് ഒട്ടുമിക്ക എല്ലാവരും വലിയ സ്വരത്തിൽ തന്നെ പറയുന്നു. കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അതേസമയം ചേലക്കര കഴിഞ്ഞ കുറേ കാലമായി ഇടത് കോട്ടയാണെന്നും അത് ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ചേലക്കര അങ്ങനെ ആർക്കും പിടിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നത് UDFിൻ്റെ അതിമോഹമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു പിണറായി വിജയൻ. എന്നാൽ ചേലക്കര ഇപ്പോൾ UDFിൻ്റെ കോട്ടയായി മാറുകയാണ് എന്ന് പറയുകയാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഇവിടെ ഈ 3 തെരഞ്ഞെടുപ്പുകളും കേരളത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. ഒന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണെങ്കിൽ, മറ്റൊന്ന് സരിൻ്റെ പാർട്ടി മാറ്റമാണെങ്കിൽ, ചേലക്കര അത്ഭുതങ്ങൾക്ക് സാധ്യതയുള്ളൊരു വേദി എന്ന തരത്തിലൊക്കെയാണ് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഏതായാലും ഈ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ LDFിലെ UR പ്രദീപ് ഒരു വലിയ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. നേരത്തെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. UDFിലെ രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിൻ്റെ MP ആയി, പക്ഷേ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അവർ വീണ്ടും ഇപ്പോൾ ചേലക്കരയിൽ അവരുടെ ഭാഗ്യം പരീക്ഷിക്കാൻ എത്തിയിരിക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണനും അവിടെ തൻ്റെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കും എന്ന തരത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും 6 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 1,11,197 സ്ത്രീകളാണ് അവിടെ മൊത്തം വോട്ടർമാരായി ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ത്രീ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ വളരെ നിർണായകമായ ഒരു സംഗതിയായി മാറുകയാണ്. 3 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരും അവിടെയുണ്ട്. അങ്ങനെ മൊത്തം 2,13,103 വോട്ടർമാരാണ് അവിടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത്. മണ്ഡലത്തിൽ 14 പോളിംഗ് ബൂത്തുകളെ സെൻസിറ്റീവ് ബൂത്തുകളായി പ്രഖ്യാപിച്ച് തരംതിരിച്ച് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 1967 നമുക്കറിയാം ഈ ചേലക്കര മണ്ഡലം അതൊരു പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത ഒരു മണ്ഡലമായി വരുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ പലപ്പോഴും വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കൊക്കെ വഴിവെച്ചവരാണ്. ഏതായാലും ഈ 1996 അവിടെ രാധാകൃഷ്ണൻ ജയിക്കുന്നതോടുകൂടി ആ ചേലക്കര ഒരു ഇടത് കോട്ടയായി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് CPMനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കാലത്തും വിശ്വാസം അർപ്പിക്കുന്ന ഒരു മണ്ഡലമായി അത് മാറുകയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആ സാഹചര്യം മാറും എന്നും അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും എന്നും ആണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 38-കാരിയായ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൗത്യമാണ് കോൺഗ്രസ് അവരെ ഏൽപ്പിക്കുന്നത്. പ്രദീപ് അവിടെ മുൻ MLA ആണ്. ആ മണ്ഡലം നല്ല കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രദീപിനെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമാകില്ല. മാത്രവുമല്ല അവിടെ സാധാരണക്കാർക്കിടയിലും ഒക്കെ വലിയ സ്വാധീനമുള്ള ആളാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഒപ്പം തന്നെ ഈ രാധാകൃഷ്ണൻ ഒരു ഇടവേള കിട്ടിയ ഘട്ടത്തിൽ ആണ് പ്രദീപ് അവിടെ MLA ആയി എത്തുകയും അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. 2016 മുതൽ 2021 വരെയാണ് ഈ ചേലക്കര നിയമസഭാ മണ്ഡലത്തെ പ്രദീപ് പ്രതിനിധീകരിച്ചത്. അവിടെ 9 ഗ്രാമപഞ്ചായത്തുകൾ ആണ് ഈ ചേലക്കര മണ്ഡലത്തിൽ ഉള്ളത്. അതിൽ ഒന്നാണ് നമ്മുടെ ഈ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത്. അവിടുത്തെ മുൻ വൈസ് പ്രസിഡൻ്റായ K. ബാലകൃഷ്ണനാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടുകൾ വർദ്ധിക്കുന്നു എന്നത് അവർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. 48-കാരനായ ബാലകൃഷ്ണനും അവിടെ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മത്സര രംഗത്തുള്ളത്. മറ്റൊരു സ്ഥാനാർത്ഥി നമ്മുടെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരളയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മുൻ AICC അംഗമാണ് NK സുധീർ. നേരത്തെ ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K. സുധീർ മത്സരിച്ചിരുന്നു. KPCC സെക്രട്ടറി, ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ ഒക്കെ അദ്ദേഹം വഹിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ചേലക്കരയിൽ ഇത് വലിയ ചർച്ചയാകുന്നതിൻ്റെ കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 5173 വോട്ടുകളുടെ ഭൂരിപക്ഷം ആണ് രാധാകൃഷ്ണന് ഉണ്ടായിരുന്നത്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം 39,000-ൽ നിന്ന് 5,173 ഇടിഞ്ഞു എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 35,000-ഓളം അല്ലെങ്കിൽ 34,000-ഓളം വോട്ടുകൾ മാറുന്നു എന്നതാണ് കോൺഗ്രസ് കാണുന്നത്. അപ്പോൾ അത് ഒരു വലിയ ഒരു പോസിറ്റീവ് ഫാക്ടറായി ആണ് അവിടെ കോൺഗ്രസ് കണക്കാക്കുന്നത്. ഏതായാലും ഈ ചേലക്കര മണ്ഡലത്തിലുള്ള 9 പഞ്ചായത്തുകളിൽ 6 എണ്ണത്തിൽ LDFന് ശക്തമായ ഒരു മേൽക്കൈയുണ്ട്. 3 എണ്ണം അവിടെ UDFന് അവിടെ ശക്തമായ ഒരു ആധിപത്യമുള്ള സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ അവിടുത്തെ ഒരു 151 വാർഡുകളാണല്ലോ ഈ പഞ്ചായത്തുകളായി ഉള്ളത്. അപ്പോൾ ആ 151 വാർഡുകൾ എടുത്താൽ അതിൽ ഒരു 54% വാർഡുകൾ, ഏതാണ്ട് 82 വാർഡുകളിൽ ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ്സിന് വാർഡുകളിൽ ഒരു 51 ഇടത്ത് 1/3 ഇടങ്ങളിൽ അവർക്ക് മേൽക്കൈയുണ്ട്. BJPക്ക് ഒരു 15 അംഗങ്ങൾ ഒക്കെ അവിടെ വാർഡുകളിൽ ഉണ്ട്. അപ്പോൾ BJPക്ക് 3 പഞ്ചായത്തുകളിലും UDFന് ഒരു പഞ്ചായത്തിലും പ്രതിനിധികളില്ല എന്നതും ശ്രദ്ധേയമാണ്. വള്ളത്തോൾ നഗറിൽ ആകട്ടെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെ 16 വാർഡുകളിൽ 15 എണ്ണം LDFനാണ്, 1 എണ്ണം BJPക്ക് കിട്ടിയിട്ടുണ്ട്. 22 വാർഡുകൾ വീതമുള്ള ചേലക്കരയും പഴയന്നൂരുമാണ് ഏറ്റവും വലിയ 2 പഞ്ചായത്തുകളായി നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ചേലക്കര LDFനും പഴയന്നൂർ UDFനും ആധിപത്യമുള്ള സ്ഥലം എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഇവിടെ ഈ തിരുവില്ലാമല പഞ്ചായത്തിൽ ഒരു തർക്കം വന്നു. അതാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാര്യമായി ഉയർന്നു വന്നിട്ടുള്ളത്. തിരുവില്ലാമല പഞ്ചായത്തിൽ BJPക്കും കോൺഗ്രസിനും 6 വീതം സീറ്റുകൾ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് സ്ഥാനങ്ങൾ വന്നപ്പോൾ അത് നറുക്കിട്ടെടുക്കുന്ന ഒരു സാഹചര്യം. കാരണം തുല്യ വോട്ട് കിട്ടിയപ്പോൾ നറുക്കിട്ടെടുത്തു. അങ്ങനെ 2020 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നറുക്കെടുപ്പിലൂടെ അവിടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആകാൻ BJPക്ക് കഴിഞ്ഞു. പക്ഷേ പിന്നീട് CPM കോൺഗ്രസും ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ആ ഭരണസമിതിയെ മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും തൃശ്ശൂർ ജില്ലയിലെ ഏക പഞ്ചായത്തിൻ്റെ ഭരണം അങ്ങനെ BJPക്ക് നഷ്ടമായ കഥ വലിയ തോതിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അന്ന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ ശ്രദ്ധേയനായ കെ ബാലകൃഷ്ണൻ ചേലക്കരയിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതും വളരെ ഒരു ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ന് അവരവിടെ പറഞ്ഞത് ഈ BJPയെ പുറത്താക്കാൻ വേണ്ടി CPMും കോൺഗ്രസും കൈകോർക്കുന്നു എന്നതാണ്. ഇതൊക്കെ ബാലകൃഷ്ണൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഉപയോഗിക്കുന്നുണ്ട്. കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ആലത്തൂർ MP ആയി മാറിയിരിക്കുന്നു. പക്ഷേ പ്രചരണത്തിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇല്ല എന്നത് ഒരു ചർച്ചാ വിഷയമായിരുന്നു. എങ്കിലും പിന്നീട് രാധാകൃഷ്ണൻ തന്നെ മുൻകൈയെടുത്ത് പ്രചരണത്തിന് വരുന്നു എന്ന സാഹചര്യം വന്നു. അതൊക്കെ LDFന് വലിയ ഒരു മേൽക്കൈ നൽകുന്നുണ്ട്. ഒപ്പം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ട്. അത് ഒരു ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് കൂടുതൽ ശക്തിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കൂടുതൽ നിഷ്പക്ഷരായ ആളുകൾ കൂടി കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ചിലരെങ്കിലും കണക്കാക്കുന്നു. പക്ഷേ അത് നിയമസഭയുടെ കാര്യത്തിൽ വരുമ്പോൾ അത് അങ്ങനെ പ്രതിഫലിക്കില്ല എന്നതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യം. BJP ആകട്ടെ അവർക്ക് ഇപ്പോൾ ശക്തമായ ഒരു സാന്നിധ്യം ഈ മണ്ഡലത്തിൽ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അവിടെ നേരത്തെ നമ്മുടെ ഷാജുമോൻ 24,000 വോട്ടുകളാണ്, അത് 24,045 വോട്ടുകളാണ് അവിടെ നേടിയിരുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് 15% വോട്ടുകളാണ് അന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. ഏതായാലും രാധാകൃഷ്ണൻ അന്ന് 83,415 വോട്ടുകളോടെ 54% വോട്ടുകൾ കരസ്ഥമാക്കിയാണ് തൻ്റെ വിജയം ഉറപ്പിച്ചത്. കോൺഗ്രസിൻ്റെ CC ശ്രീകുമാറായിരുന്നു എതിർ സ്ഥാനാർത്ഥി.
പക്ഷേ ആ സാഹചര്യമാണ് പിന്നീട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാറിയതും. അതാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ വലിയ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നത്. ഈ പ്രദീപ് മത്സരിക്കുന്നൊരു സാഹചര്യത്തിൽ 2016 CPM-ന് കാര്യമായ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. 67,771 വോട്ടുകൾ ആണ് അന്ന് പ്രദീപിന് കിട്ടുന്നത്. തുളസി, കോൺഗ്രസിൻ്റെ തുളസിക്ക് 57,571 വോട്ടുകൾ കിട്ടുന്നു. അപ്പോഴും ഈ ഷാജിമോൻ PP-ക്ക് 23,845 വോട്ടുകൾ. BJP-ക്ക് സ്ഥിരമായി അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഒരു 15% വോട്ടുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വലിയ മാറ്റം വരും എന്നൊരു പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ മുനമ്പം വിഷയമൊക്കെ അവിടെ വലിയ തോതിൽ ഒരു പ്രതികരണം ഉണ്ടാക്കും എന്നും, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ BJP-യെ കൂടുതൽ അവർ അംഗീകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ BJP-ക്കുണ്ട്. 2021 രാധാകൃഷ്ണന് അവിടെ വ്യക്തമായ ഒരു ലീഡ് ഉണ്ടായിരുന്നു. 24,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 24,676 വോട്ടിൻ്റെ ലീഡിലാണ് രാധാകൃഷ്ണൻ 2011 അവിടെ നിന്ന് ജയിച്ചു കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ ഒരു ഇടത് കോട്ടയാണ് എന്ന അവകാശവാദം CPM-ന് ഉന്നയിക്കാം. പക്ഷേ പിടിച്ചടക്കാം എന്ന പ്രതീക്ഷയും വാശിയും ഒക്കെ കോൺഗ്രസ്സിനാകുകയും ചെയ്യും. ഏതായാലും മെച്ചപ്പെട്ടൊരു പ്രകടനം തങ്ങൾക്ക് ഇത്തവണ കാഴ്ചവെക്കാൻ കഴിയും എന്ന ഒരു ഉറപ്പിലുമാണ് BJP. ഈ ചേലക്കര, ദേശമംഗലം, അതുപോലെ ഉള്ള പഴയന്നൂർ, തിരുവില്ലാമല, വള്ളത്തോൾ നഗർ തുടങ്ങിയ മേഖലകളിലൊക്കെ ഏത് തരത്തിൽ വോട്ട് ചലനം ഉണ്ടാകും എന്നതും വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നു. ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം 67-ൽ P. കുഞ്ഞൻ അവിടെ കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അവിടെ നിന്ന് ജനപ്രതിനിധിയായി എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടാണ് നമ്മുടെ KK ബാലകൃഷ്ണനെ പോലെ ഒരു പ്രഗത്ഭൻ അവിടെ നിന്ന് 3 ടേം അദ്ദേഹം അവിടെ നിന്ന് സ്ഥാനാർത്ഥിയായി വരുന്നു. ഈ 82-ൽ ഈ CK ചക്രപാണിയാണ് അവിടെ ആദ്യമായി ഒരു ഇടതു പതാക ഉയർത്തുന്നത്. അദ്ദേഹം ഈ 1982-ൽ അവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ തൻ്റെ ശ്രദ്ധേയമായ സാന്നിധ്യം ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച, ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച CK ചക്രപാണി അവിടെ നിന്ന് ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് 87-ൽ MA കുട്ടപ്പനും 91-ൽ MP തമ്പിയുമൊക്കെ വീണ്ടും ഈ മണ്ഡലത്തെ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ്. അവിടെ നിന്നാണ് 96-ൽ രാധാകൃഷ്ണൻ ഒരു വിജയം അവിടെ നിന്ന് കൊയ്തെടുക്കുന്നത്. വലിയൊരു ഭൂരിപക്ഷം ആ ഘട്ടത്തിൽ രാധാകൃഷ്ണന് ഉണ്ടായിരുന്നില്ല. 2056 വോട്ടുകൾക്കാണ് ആ 96-ലെ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ജയിക്കുന്നത്. പിന്നീട് അത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തൻ്റെ ശക്തി അവിടെ അദ്ദേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നായനാർ മന്ത്രിസഭയിൽ അന്ന് രാധാകൃഷ്ണൻ മന്ത്രിയായതൊക്കെ വാർത്താമാധ്യമങ്ങളിൽ എല്ലാവരും വലിയ ആവേശത്തോടുകൂടി വായിച്ച ഒരു കാര്യവുമാണ്. ആ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും വളരെ നിർണായകമാണ്. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്ന് കരുതുന്നവരുണ്ട്. ഇത് കോൺഗ്രസ്സിന് അവരുടെ കരുത്ത് തെളിയിക്കാനാകും എന്ന ഒരു നിലപാടുള്ളവരുണ്ട്. അതേസമയം ഇത് എല്ലാ കാലത്തും ഇടത് കോട്ടയായി നിന്ന ഈ ചേലക്കര, എല്ലാ കാലത്തും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ 96-ൽ അവിടെ ആദ്യമായി ജയിക്കുന്നതിന് ശേഷം നിന്ന ചേലക്കര ആ ഇടത് ചേർന്ന് തന്നെ പോകും എന്ന ഒരു നിലപാടും ആളുകൾ വ്യക്തമായി സ്വീകരിക്കുന്നവരുണ്ട്. ഏതായാലും ചേലക്കര എങ്ങനെ വിധിയെഴുതും എന്നത് എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ഉറ്റുനോക്കുന്നു.